ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചിലരെങ്കിലും നമ്മുടെ എല്ലാം ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാവാം. അന്ന് ജൂലൈ 16-ാം തീയതി ലോകത്തിന്റെ ഒരു ഭാഗത്ത് തന്നെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു അർജുന്റെ ആ വലിയ അപകടം. അവനെ ആർക്കും അറിയില്ല. അവൻ നമ്മുടെ കുടുംബക്കാരനോ കൂട്ടുകാരനോ അതല്ലെങ്കിൽ സുഹൃത്തോ മറ്റാരും തന്നെയല്ല. പക്ഷേ അവൻ എവിടേക്കെയോ എങ്ങനെയൊക്കെയോ നമ്മുടെ ആരോ ആയി മാറി എന്നതാണ്. 71 ദിവസങ്ങൾക്ക് ശേഷം അവന്റെ ലോറിയും അവനെയും തിരിച്ചു കിട്ടിയെങ്കിലും ഇപ്പോഴും എവിടെയും പറഞ്ഞിട്ടില്ല അർജുൻ മരിച്ചു എന്നുള്ളത്. കാരണം നമ്മൾ അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. പിന്നീട് 71 ദിവസങ്ങളും നാം ആരും അർജുനെ ഓർക്കാത്ത ദിവസങ്ങളില്ല എന്നതാണ്. മുറിയാത്ത കണ്ണീരുമായി കാത്തിരുന്ന അർജുന്റെ കുടുംബത്തിനോടൊപ്പം ഉറ്റവരെ പോലെ കൂടെയുണ്ടായിരുന്നു ഈ മലയാളികൾ. ഒട്ടും പ്രതികൂലമല്ലാതിരുന്നിട്ടും അവന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരുപാട് നല്ലവരായിട്ടുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവന് വേണ്ടിയുള്ള തിരച്ചിലിലെ ആദ്യ നാളുകളിൽ അവൻ തിരിച്ചു വരുമെന്ന് തന്നെയായിരുന്നു എല്ലാവരും വിശ്വസിച്ചിരുന്നത്. ഒരിക്കലും അവൻ മരിച്ചു എന്ന് ആർക്കും പറയാൻ ഇഷ്ടമല്ലായിരുന്നു. ഇത്രയധികം സൗഹൃദം പങ്കിടുന്ന ഒരു നാടാണ് നമ്മുടെ കേരളമെന്ന് ഈ അപകടത്തിലൂടെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവാം. അതിനിടയിലൂടെയാണ് നിരവധി ആളുകളുടെ ജീവനെടുത്ത് വയനാട് ചൂരൽമല ഉരുൾപൊട്ടിയത്. അന്നും കച്ചകെട്ടി സ്വന്തം ജീവനെ പോലും ബലികൊടുത്ത ചൂരൽമലയിലേക്ക് വണ്ടി കയറിയ ആളുകളാണ് നമുക്കിടയിലുള്ളത്. പക്ഷേ അപ്പോഴും അർജുനെ ആർക്കും ഗംഗാവലിപ്പുഴയ്ക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. 1-ാം തവണയും 2-ാം തവണയും പരിശോധന ഊർജിതമായി നടന്നെങ്കിലും അവനെ കണ്ടെത്താനോ അവൻ്റെ ലോറിയുടെ ഒരു ഭാഗം പോലും കണ്ടെത്താനോ ആയില്ല എന്നതാണ്. എന്നാലും പ്രതീക്ഷ കൈവിട്ടിട്ടില്ലായിരുന്നു. നിരവധി പ്രശ്നങ്ങളിലൂടെ തരണം ചെയ്തു ഈശ്വർ മൽപ്പെ അടക്കമുള്ള സംഘങ്ങൾ ദൗത്യത്തിനായി കച്ചകെട്ടി ഗംഗാവലിപ്പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ അവരാരും പണമോ ലാഭമോ മോഹിച്ചല്ല ഗംഗാവലിപ്പുഴയിലേക്ക് ഇറങ്ങിയത്. രാപ്പകൽ കഷ്ടപ്പെട്ട അർജുന് വേണ്ടി അവരെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. അർജുനെ കിട്ടാതെ വന്നപ്പോൾ തിരച്ചിൽ നിർത്തുകയാണ് എന്നുവരെ ഹൈക്കോടതി പുറത്തുവിട്ടു. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വാർത്തയായിരുന്നു അത്. എന്നാലും കച്ചകെട്ടിയവർ ആ പല്ലുകൾ കടിച്ചമർത്തി തന്നെ പിടിച്ചു. നിരവധി വേദനകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ അവരാരും ഇന്നേവരെ കാലുകൾ പിന്നോട്ട് വലിച്ചിട്ടില്ല എന്നതാണ്. ഇതിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് ഈശ്വർ മൽപ്പയെയും ലോറിയുടമ മനാഫിനെയും കർണാടകയിലെ MLA ആയിട്ടുള്ള സതീഷ് കൃഷ്ണ സൈഥിനെയുമാണ്. 16-ാം തീയതി അപകടം നടന്നതിന് ശേഷം സന്നദ്ധ സേന അംഗങ്ങൾ പോലും വെള്ളത്തിലിറങ്ങാൻ ഭയപ്പെടുമ്പോൾ സ്വന്തം ജീവനെ പോലും ബലി കൊടുത്ത് അർജുന് വേണ്ടി വെള്ളത്തിലേക്ക് കൂളിയിട്ട ആളായിരുന്നു ഈശ്വർ മൽപ്പെ. എത്ര നമിച്ചാലും തീരാത്ത ഒരു ജന്മമാണ് അദ്ദേഹത്തിൻ്റെത്. ഇതുവരെ ഒരു പണം പോലും ചോദിക്കാതെ 68 ദിവസത്തോളം അദ്ദേഹം അവിടെ സന്നദ്ധനായിരുന്നു. കർണാടകയിലെ SP കൊന്നുകളയുമെന്ന് പറഞ്ഞതോടെയാണ് അദ്ദേഹം അവിടെ നിന്നും സ്ഥലം വിട്ടത്. ഇനി രക്ഷാപ്രവർത്തനത്തിന്റെ ക്രെഡിറ്റ് ഈശ്വർ മൽപ്പെ കൊണ്ടുപോകും എന്നുള്ളതിൻ്റെ ഭയത്തിനാലാണോ SP അങ്ങനെ പറഞ്ഞത് എന്ന് സംശയമുണ്ട്. തൻ്റെ മക്കൾക്ക് അസുഖമായിരുന്നിട്ട് പോലും തൻ്റെ മകനെ പോലെ അർജുനെ കണ്ട് രക്ഷാപ്രവർത്തനത്തിന് കച്ചകെട്ടി മുറുക്കിയ ഒരു വ്യക്തിത്വമായിരുന്നു ഈശ്വർ മൽപ്പെ. ലോറിയുടമ മനാഫ്. അർജുൻ ആ മണ്ണിനടിയിലേക്ക് ആയിന്നിറങ്ങിയ ദിവസം മുതൽ 71 ദിവസവും രാവും പകലും കഷ്ടപ്പെട്ട് അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരു മഹാവ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഒരിക്കലും പണത്തെ മോഹിക്കാതെ ജീവന് വില കൽപ്പിച്ചിരുന്ന ഒരു മുതലാളിയായിരുന്നു അദ്ദേഹം. മുതലാളിമാർക്കുള്ള ഒരു റോൾ മോഡലാണ് മനാഫ്. ഒരിക്കലും എൻ്റെ ലോറിക്ക് വേണ്ടിയല്ല, അർജുൻ്റെ അമ്മക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ കഷ്ടപ്പെടുന്നത് എന്നാണ് മനാഫ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും കാലം അർജുന് വേണ്ടി വീണ്ടും തിരയണമെന്ന് ആവശ്യപ്പെട്ട് കോടതികളിലൂടെയും ജില്ലാ ഭരണകൂടങ്ങളിലൂടെയും കയറിയിറങ്ങുമ്പോൾ ഒരുപാട് മോശമായ കാര്യം നേരിടേണ്ടി വന്നിട്ടുണ്ട് ലോറിയുടമ മനാഫിന്. നീ ഇവിടെ നിന്നും സ്ഥലം വിടണം എന്ന് വരെ പറഞ്ഞു ശാഠ്യം പിടിച്ച പല സാഹചര്യങ്ങൾ വരെ മനാഫ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. മനാഫ് ഒരിക്കലും അർജുന് വേണ്ടിയല്ല, അവൻ്റെ ലോറിയിൽ സ്വർണവും ചന്ദനവും കള്ളക്കടത്തും ഉണ്ടെന്ന് പറഞ്ഞ് ചില വിഷജന്തുക്കൾ വിഷം ചീറ്റിയപ്പോഴും മനാഫ് അർജുനെ ഗംഗാവലിപ്പുഴയ്ക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. 71 ദിവസം പിന്നിട്ടപ്പോൾ അർജുൻ്റെ ശരീരം ഏറ്റുവാങ്ങിയത് മനാഫ് നിറക്കണ്ണുകളിലൂടെയായിരുന്നു. അതുപോലെ തന്നെയാണ് MLA സതീഷ് കൃഷ്ണ സൈദ്. കർണാടക ജില്ലയിലെ പല ഉന്നത ഉദ്യോഗസ്ഥരും ഇത് കൈവിട്ടു എങ്കിലും MLA അർജുനെ ഗംഗാവലിപ്പുഴയ്ക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു എന്നതാണ്. പലരും തിരച്ചിൽ നിർത്താമെന്ന് പറഞ്ഞപ്പോഴും അർജുന് വേണ്ടി ശബ്ദമുയർത്തിയ ഒരേയൊരു MLA ഇദ്ദേഹമായിരുന്നു. ജില്ലാ ഭരണപ്രതിനിധികളിൽ നിന്നും വാർത്താ മാധ്യമങ്ങളുടെ സ്ക്രീനിൽ പതിഞ്ഞതിൽ കൂടുതലും ഇദ്ദേഹത്തിൻ്റെ മുഖഛായമായിരുന്നു. ജാതിമത വർണ്ണഭേദമന്യേ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ച ഈ വേള നമുക്കാർക്കും ഒരിക്കലും മറക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ. മലയാളി സമൂഹമേ ഒരിക്കലും മറക്കരുത്.
നമ്മുടെ സഹോദരൻ അർജുനായി കച്ച കെട്ടിമുറുക്കി ഇറങ്ങിയ ഈ പുണ്യമുഖങ്ങളെ. അർജുൻ്റെ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക.